ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് അങ്ങനെ മണാലിയിലേക്കുള്ള അടുത്ത യാത്ര തുടങ്ങും. മണാലിയിലേക്ക് നമ്മൾ കാറിലാണ് പോകുന്നത്. അവിടുത്തെ ആ ടൂറിസ്റ്റ് ഏജൻസിയോടാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം, ദൂരെ നിന്ന് കാണാം ആ മഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുന്നത്. നല്ല രസമാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. നമ്മളിനി പോകുന്നത് ഒരു പ്രധാന പോയിന്റിലോട്ടാണ്. അവിടെ നമ്മൾ മഞ്ഞ് വാരി എറിയാനോ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന ഒരു വലിയ ടണലുണ്ട്, അതാണ് അത്ലജ് ടണൽ റോഹിന്താങ്. ഈ ടണൽ ഭയങ്കര വലിയ ടണലാണ്. എന്ന് വെച്ചാൽ 9 കിലോമീറ്റർ താഴെ ഭൂമിയുടെ അടിയല്ല, മലയുടെ അടിയിൽ കൂടെ കുഴിച്ച ഇതാണ്. നമ്മൾ ഈ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഡ്രസ്സ് ഷൂസ് കണ്ണടയല്ല, ഡ്രസ്സ് ഷൂസ് ഗ്ലൗസ് അതെല്ലാം വാടകയ്ക്ക് എടുക്കണം. ഗ്ലൗസും സോക്സും കണ്ണടയും നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഇത്രയും ഈ ടണൽ കാണുന്നത് ആ മലയുടെ അടിയിൽ കൂടെ ഉള്ളതാണ്. അത് 9 കിലോമീറ്റർ ഉള്ളതാണ്. പിന്നെ നമ്മൾ പോയപ്പോൾ നമുക്ക് അടുത്തടുത്ത് മഞ്ഞ് കണ്ടു തുടങ്ങി. മുമ്പേ കണ്ട ടണലിൻ്റെ അവിടെയൊക്കെ കുറേ മഞ്ഞുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ വാരി എറിഞ്ഞു. ഇത് അവിടെ നിന്ന് എടുത്തതാണ്. കുറേ ഫോട്ടോ എടുത്തു ഞങ്ങൾ അവിടുന്ന് മഞ്ഞൊക്കെ വാരി എറിയുന്നത്. പിന്നെ മെയിൻ സ്ഥലത്തോട്ട് പോയി. ഇതിപ്പോൾ മെയിൻ സ്ഥലത്ത് നമ്മളെത്തി. ആ മെയിൻ സ്ഥലത്ത് നല്ല സ്ഥലമാണ്. ഞാനും സ്ഥലത്തും കൂടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി. അവിടെ ഒരു പ്രധാന സ്ഥലമാണ്. അവിടെയാണ് കൂടുതൽ ആൾക്കാരും വന്ന് മഞ്ഞൊക്കെ എറിയുക. അങ്ങനത്തെ ഒരു സോഫ്റ്റ് മഞ്ഞാണ് അവിടുത്തെ. നല്ല രസമായിരുന്നു. കുറേ പ്രാവശ്യം വീണു, അതൊക്കെ നല്ല രസമായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ വീഴുന്ന സമയത്തൊന്നും നമുക്ക് അധികം മേനൊന്നും എടുക്കത്തില്ലായിരുന്നു, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനും ബാബിയും കുറേ നേരം കളിച്ചു. മഞ്ഞൊക്കെ നമ്മുടെ നോർമൽ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കും. ഇത് ഞങ്ങളവിടെ ഇന്ന് രൂപം ഉണ്ടാക്കി. നല്ല രസമായിരുന്നു. ഞങ്ങൾ അവിടെ കിട്ടുകാരം വെച്ചൊക്കെ രൂപം ഉണ്ടാക്കി. ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അവിടെ കിട്ടിയ കുഞ്ഞ് കല്ലും അവിടെ കിട്ടിയ കുഞ്ഞ് ചില്ലകളും ഒക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. നല്ല രസമായിരുന്നു. പിന്നെ മഞ്ഞൊക്കെ നല്ല രസമാണ്. ഗ്ലൗസ് ഇല്ലാതെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റും, പക്ഷേ മഞ്ഞ് കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കൈ ഭയങ്കരമായിട്ട് മരവിച്ച് പോകും, അത്രയൊക്കെ അതിനാണ്. പിന്നെ അവിടുത്തെ ഈ മണാലിയിലെ മെയിൻ ഡ്രസ്സാണിത്. എന്ന് വെച്ചാൽ അവിടുത്തെ ട്രഡീഷൻ ഡ്രസ്സാണ്. അവിടുന്ന് തന്നെ നമുക്ക് വാടകയ്ക്ക് കിട്ടും. അത് നമുക്കെടുത്ത് നമുക്കല്ലാതെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങൾ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അവർ നല്ലതായിട്ട് എടുത്തു തന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നോർമൽ ഡ്രസ്സിലെടുക്കാൻ പറ്റി. അവിടെ നിന്ന് നല്ല കുറേ ഫോട്ടോ എടുത്തു. ഒരു വ്യൂ പോയിൻ്റ് നിർത്തി അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. എൻ്റെയും ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഇതിനകത്ത് ട്രഡീഷൻ ഡ്രസ്സിൽ നിന്ന് എല്ലാ ഫോട്ടോ എടുത്തു. നല്ല രസമായിരുന്നു. പിന്നെ ഈ മഞ്ഞ് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ്, ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പോയാൽ വീണ്ടും വീണ്ടും പോകണമെന്നുള്ളതാണ്. പിന്നെ ഒരു കാള കൂട്ടൊരു സാധനമുണ്ട്, അതിനകത്ത് നമുക്ക് മണ്ടയ്ക്ക് കയറുന്ന യാത്രയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ആനീസ് കഫേ, കേരള റെസ്റ്റോറൻ്റാണ്, അവിടെ തന്നെ ഉള്ള നല്ലൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു പാർക്കിലോട്ടാണ്. അവിടുത്തെ മണാലിയിൽ തന്നെ ഒരു പാർക്കാണ്. അതും വൈൽഡ് ലൈഫാണ്. ഭയങ്കര അകത്ത് ഫുള്ള് വൈൽഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വഴിയൊന്നും മനസ്സിലാക്കുകയില്ല, അങ്ങനത്തെ രീതിയിൽ. പിന്നെ അവിടെ തന്നെ കുറേ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. ഞാനും ബാപ്പിയും എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഉമ്മയും പറഞ്ഞിട്ടാണ് ബോട്ടിങ് കയറിയത്. പക്ഷെ ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഈ ബോട്ടിങ്ങിനാണ് കയറിയത്. ഇപ്പം ഞങ്ങൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ബോട്ടിങ്ങൊക്കെ. ഞങ്ങൾ മുമ്പേ കയറിയിട്ടുണ്ട്, എന്നാലും ചുമ്മാ ഒന്നും കൂടെ കയറിയതാണ്. ആദ്യം ബാപ്പിയും ഉമ്മയും ചവിട്ടി, പിന്നെ കുറേ നേരം കഴിയത്തേക്കും അവർക്ക് കാലൊക്കെ വേദന എടുത്തു. പിന്നെ അതിങ്ങനെ നേരെ ഞങ്ങൾ തിരിഞ്ഞിരുന്നിട്ട് അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് ഞാനും ഇത്തിയും തിരിഞ്ഞാവട്ടെ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ലിവർ പിടിച്ച് തിരിച്ച് മറ്റ് ബോട്ടുകളിൽ ചെന്ന് ഇടിക്കുമ്പോൾ നല്ല രസമാണ്. അവർ ചിരിയിരിക്കും. നല്ല ആൾക്കാരുമാണ് അവിടുത്തെ. നമ്മളോട് അങ്ങനെ വഴക്കുണ്ടാക്കാൻ വരുന്നൊന്നും ആൾക്കാരില്ല. അവിടുത്തെ ശല്യമുള്ള ആൾക്കാരൊന്നുമല്ല, നല്ല ആൾക്കാരാണ്. പിന്നെ ഞാനും ഇത്തിരി മാറി ചവിട്ടി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഈ ബോട്ടൊക്കെ കഴിഞ്ഞ് കുറേ നേരം ബോട്ടിൽ തന്നെ കുറേ നേരം ചവിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുത്തെ ചായ കുടിക്കാൻ പോയി. അവിടെ അകത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടുത്തെ കുറേ ഡിഷസ് ഉണ്ട്. ഞങ്ങൾ പുതിയ ഡിഷസ് മേടിച്ച് കഴിച്ചു നോക്കി. നമുക്ക് അധികമായിട്ട് ഇഷ്ടപ്പെടത്തില്ല, കാരണം അവിടുത്തെ ഫുഡ് ഒരുമാതിരി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡല്ല. എന്നാലും കഴിച്ചു, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ തന്നെ ഒരു മലയാളി ഫാമിലിയെ കണ്ടു. അതാണ് ഈ കുഞ്ഞു കൊച്ച് അവിടെ ഉണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി. ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടി. ഉമ്മിക്കും എനിക്കൊക്കെ ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ഉമ്മിയും വാപ്പിക്ക് ഊഞ്ഞാൽ ഇഷ്ടമാണ്, എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ പുതിയ കാഴ്ചകൾ കണ്ടു. ഇനിയുള്ള പുതിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.